പുതിയ കാലഘട്ടത്തിലെ കേസ് അന്വേഷണങ്ങളിൽ പലപ്പോഴും ഇപ്പോൾ സാധ്യതകൾ നിരവധിയുണ്ട് പോലീസിന്. കാരണം CCTV ഒരു സാധ്യതയാണ്, ഡിജിറ്റൽ തെളിവുകൾ, മൊബൈൽ ഫോൺ ഒക്കെ പിന്തുടർന്നാൽ തന്നെ പല പ്രധാനപ്പെട്ട തെളിവുകളിലും എത്താം. ഇങ്ങനെ ഡിജിറ്റൽ തെളിവുകളൊക്കെ പല കേസിലും തുമ്പ് നിർണ്ണയിക്കാറുള്ള കാലഘട്ടത്തിലാണ് ഈ കേസിൽ അതൊന്നുമില്ലാതിരുന്നു എന്ന സവിശേഷതയുള്ളത്. ഒന്ന്, മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത വ്യക്തിയാണ്, മാത്രമല്ല തനിയെ താമസിച്ചിരുന്ന വ്യക്തിയാണ്, സാഹചര്യ തെളിവില്ല, സാക്ഷികളില്ല, ഡിജിറ്റൽ തെളിവുകളില്ല. ഇങ്ങനെ ഒരു സാധ്യതയില്ലാഞ്ഞിട്ടും പോലീസിൻ്റെ സമർത്ഥമായൊരു നീക്കമാണ്. കേരള പോലീസ് മുമ്പും ഇത്തരം സമർത്ഥമായ പല നീക്കങ്ങളിലൂടെയും തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് പ്രമാദമായ പല കേസുകളും തെളിയിച്ച ചരിത്രമുണ്ട്. ആലപ്പുഴയിലെ പോലീസ് സംഘത്തിനും ഏറെ അഭിമാനിക്കാവുന്ന ഒരു നീക്കം കൂടിയാണിത് മാറുന്നത്. കാരണം ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നാണ് സാഹചര്യം. കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ശരണ്യ സ്നേഹജൻ നമുക്കൊപ്പം ചേരുന്നു. ശരണ്യ, പോലീസിൻ്റെ അന്വേഷണ വഴികൾ അത് ഏറെ പ്രത്യേകതയുള്ളതാണെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം തെളിവുകളില്ല, സാഹചര്യമാണ്. പലപ്പോഴും അന്വേഷണത്തിൻ്റെ ഓരോ ചെറിയ സാധ്യതകളും സംശയങ്ങളും ഇഴകീറി പരിശോധിക്കുക. എങ്ങനെയാണ് യഥാർത്ഥത്തിൽ പ്രകാശൻ ഹൃദ്രോഗിയാണ്, ഒരു അകന്ന ബന്ധുവാണ്, മാത്രമല്ല ഒരു സംശയത്തിനും ഇട നൽകാത്ത വിധം തൻ്റെ വീട്ടിൽ തന്നെ കഴിയുകയായിരുന്നു പ്രകാശൻ. അപ്പോൾ പ്രകാശനിലേക്ക് എത്തിയ വഴി എങ്ങനെയാണ് യഥാർത്ഥത്തിൽ? സജിത്ത് സൂചിപ്പിച്ച പോലെ ഹൃദ്രോഗിയായ വ്യക്തി മറ്റൊരാളായിരുന്നു. അതായത് അയാളാണ് ഇങ്ങനെ ഒരു മൊഴി നൽകിയത്. അതായത് ഈ സ്ത്രീയെ കാണാതായത് എന്ന് പറയുന്നത് തലേദിവസം രാത്രിയാണ്. അതായത് ഞായറാഴ്ച രാത്രിയാണ് ഇവർ കൊല്ലപ്പെട്ടു എന്ന് പോലീസിന്റെ നിഗമനം. പക്ഷേ തിങ്കളാഴ്ച രാവിലെ ഇവരെ കണ്ടു എന്ന് മൊഴി നൽകിയ ആളാണ് ഹൃദ്രോഗിയായ വ്യക്തി. അതിനപ്പുറത്തേക്ക് ഈ കേസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരാളെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളായിരുന്നു ഈ കാണാതായ സ്ത്രീ. മാത്രമല്ല ഇവർ ഫോൺ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കേസ്. ഈ കായംകുളം പുതുവിളത്തെ കൊലപാതകത്തിന്റെ പ്രത്യേകത, ഫോൺ ഉപയോഗിക്കുന്നില്ല. ചുറ്റും CCTVകളോ മറ്റ് രേഖകളോ ഒന്നും പോലീസിന്, ഡിജിറ്റൽ തെളിവുകളാണല്ലോ ഈ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷെ ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു തെളിവുകളും ഈ കേസിനകത്ത് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പോലീസിന് ഇൻഫർമേഷൻ കിട്ടുന്നത് ഇവരെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിങ്കളാഴ്ച വൈകിട്ടാണ് ഇവർക്കൊരു പരാതി ലഭ്യമാകുന്നത്. അതായത് ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധിക പലപ്പോഴും ക്ഷേത്രങ്ങളിലടക്കം ദർശനത്തിന് പോകുന്നതാണ്. പോയാൽ വൈകി വരുന്ന ആളാണ്. അപ്പൊ സ്വാഭാവികമായും അയൽവാസികളും ബന്ധുക്കളും ഒക്കെ വിചാരിച്ചിരുന്നത് അത്തരത്തിൽ പോയിട്ടുണ്ടാകും എന്നുള്ളതാണ്. മക്കളൊക്കെ വിവാഹിതരൊക്കെയായി മറ്റിടങ്ങളിലാണ് താമസിക്കുന്നത്. ഒറ്റയ്ക്കാണ് ഈ തങ്കമ്മ എന്ന സ്ത്രീ 82കാരി ജീവിക്കുന്നത്. അപ്പോ ഇവര് ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടുണ്ടാകും എന്നുള്ള ഒരു നിഗമനത്തിൽ ഇരുന്നു. മാത്രമല്ല വൈകുന്നേരം ഇവര് സ്ഥിരമായി ഒരു അവിടെ വിളക്ക് തെളിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ എത്താതെ നിന്നപ്പോഴാണ് എല്ലാവർക്കും ഒരു സംശയം തോന്നിയത്, ഇവർക്ക് എന്ത് സംഭവിച്ചു, ഇവർ മിസ്സിംഗ് ആണോ എന്നുള്ളത്. അപ്പോൾ ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിലപ്പെട്ട മണിക്കൂറുകൾ, അതായത് ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ ഏറ്റവും സഹായിക്കുന്നത് അതിന്റെ തുടക്കത്തിന്റെ സമയമാണ്. അതായത് എങ്ങോട്ട് ഇയാൾ മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കാൻ കഴിയുന്ന ഏറ്റവും ഗുണകരമായി ഉള്ള സമയം എന്ന് പറയുന്നത് തുടക്കമാണ്. അപ്പോൾ ഏകദേശം 12 മണിക്കൂർ പോലീസിന് ഈ സമയം കൈവിട്ടു പോയിരുന്നു എന്നുള്ളതാണ്. ഇവരെ കാണാതാകുന്ന ഞായറാഴ്ച രാത്രിയാണ് ഇവർ കൊല്ലപ്പെടുന്നത്. കാരണം ഞായറാഴ്ച രാത്രിയാണ് പ്രകാശൻ ഈ വീട്ടിലെത്തുന്നതും ഇവരെ കൊലപ്പെടുത്തിയെന്നുമുള്ള മൊഴി നൽകുന്നത്. പിന്നീട് കായംകുളം കായലിൽ നിന്ന് ഇവരുടെ മൃതദേഹം 2 ദിവസത്തിന് ശേഷം കിട്ടുന്നു. 48 മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം കിട്ടുന്നത്. മൃതദേഹത്തിന്റെ ഒരു ജീർണാവസ്ഥയൊക്കെ പരിഗണിക്കുമ്പോൾ തന്നെ ഇവർ 2 ദിവസമായി ഇവരെ കാണാതായിട്ടുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ ഞായറാഴ്ച തന്നെയാണ് ഇവർ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ള ഒരു കണക്കുകൂട്ടലിലേക്ക് അന്വേഷണ സംഘം എത്തി. അപ്പോഴും അന്വേഷണ സംഘത്തിന് ഈ ഒരു കൊലപാതകം എന്ന് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ ബോഡി കിട്ടുമ്പോഴാണ് ഇത്, കാരണം അത് പ്രഥമ ദൃഷ്ടിയ തന്നെ ബോധ്യപ്പെടുന്ന ഒരു രീതിയായിരുന്നു. കൈയും കാലും തുണി ഉപയോഗിച്ച് കെട്ടിയ നിലയിലായിരുന്നു. കഴുത്തിൽ നിന്ന് ഒരു നൈലോൺ കയർ ഉപയോഗിച്ച് കല്ല് കെട്ടി താഴ്ത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോയപ്പോൾ ഇവര് തുടക്കത്തിൽ തന്നെ ദൃശ്യങ്ങളിൽ തന്നെ നമുക്കത് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയായിരുന്നു. ഒരാളെ ബലം പ്രയോഗിച്ച് അല്ലെങ്കിൽ കെട്ടി കൈയും കാലും, രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ കൈയും കാലും കെട്ടി തന്നെയായിരുന്നു കായലിലേക്ക് തള്ളിയിരുന്നത്. പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോയപ്പോൾ ഇവരുടെ മുങ്ങിമരണമാണ്. അതായത് ഇവരുടെ ശ്വാസകോശത്തിലൊക്കെ വെള്ളം കയറിയാണ് ഇവർ മരണപ്പെട്ടത് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് കൂടി എത്തി. അപ്പോൾ ജീവനോടെ ആണ് ആ 82 വയസ്സായ സ്ത്രീയെ കായലിൽ തള്ളി കൊലപ്പെടുത്തിയത് എന്നുള്ള അതിക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ വിവരമാണ് പോലീസിന് ലഭിക്കുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു മിസ്സിംഗ് കേസായിട്ട് പോലീസ് അന്വേഷിച്ച് തുടങ്ങുമ്പോൾ പോലും അവരുടെ മുന്നിൽ ഒരു തെളിവുകളും ഇല്ല. അതായത് ഇവരുടെ വീടിന്റെ സൈഡിലുള്ള സാഹചര്യങ്ങൾ അങ്ങനെയാണ്. CCTV ഇല്ല, ഈ സ്ത്രീ ഫോൺ ഉപയോഗിക്കുന്ന ആളല്ല, ഈ വീടിന് തൊട്ടടുത്ത് ഒരു ബോട്ട് ജെട്ടി ഉണ്ട്. അവിടെ സ്ഥിരമായി നിരവധി ആളുകൾ വന്നു പോകുന്ന ഒരു ഇടമാണ്. അപ്പോൾ ആരെ ഫോക്കസ് ചെയ്യും എന്നുള്ളത് സംബന്ധിച്ച്
പോലീസിന് ഒരു ഐഡിയയും ഇല്ല. സാധാരണ ഈ ഫോണൊക്കെ പരിശോധിക്കുമ്പോൾ ഫോൺ വിളികളും മറ്റു കാര്യങ്ങളും ഒക്കെ ഡിജിറ്റൽ തെളിവുകളാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നിൽക്കുന്നത്. പക്ഷെ അതൊന്നും ഇല്ലാതെ ഇരുന്ന ഒരു കേസാണ് ഇത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതിനുശേഷം ഈ ബോഡി കിട്ടിക്കഴിഞ്ഞിട്ട് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ ഒക്കെ നേതൃത്വത്തിൽ കനകക്കുന്ന് പോലീസും ഒപ്പം തന്നെ തൃക്കുന്നപ്പുഴ പോലീസും ഒക്കെ ഇത് പരിശോധിക്കുന്ന ഘട്ടത്തിൽ ഇതിനകത്ത് ശ്രദ്ധേയമായ ഒരു സംഭവം ഇവർ കണ്ടു. അപ്പോൾ അതിന് മുമ്പ് തന്നെ പോലീസിനെ മിസ്ലീഡ് ചെയ്യുന്ന മറ്റൊരു മൊഴി അവർക്ക് കിട്ടിക്കഴിഞ്ഞു. അതായത് ഇവർ ഞായറാഴ്ചയാണ് ഇവർ കൊല ചെയ്യപ്പെട്ടെങ്കിലും തിങ്കളാഴ്ച രാവിലെ 7:30 ഇവരെ കണ്ടു എന്ന് അയൽവാസിയും ഹൃദ്രോഗി കൂടിയായ ഒരു മനുഷ്യൻ മൊഴി നൽകുകയാണ്. അപ്പോൾ പോലീസിന് ബോഡി കിട്ടുമ്പോൾ അതിനേക്കാൾ കൂടുതൽ പഴക്കം ആ ബോഡിക്ക് ഉണ്ട് എന്നുള്ളത് കൂടി ആയപ്പോൾ എന്താണ് മറ്റേയാൾ കണ്ടു എന്ന് ഉറപ്പിച്ചൊരു മൊഴി നൽകുന്നത് എന്നുള്ളൊരു സംശയം വരുന്നു. അയാളിലേക്ക് സംശയം നീങ്ങുന്നു. അയാൾ എന്തിനാണ് മിസ്ലീഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ചിന്തകളിലേക്ക് അവർ എത്തുന്നു. അപ്പോഴും ഈ പ്രകാശൻ എന്ന യഥാർത്ഥ പ്രതി ഇവരുടെ ചിത്രങ്ങളിൽ പോലും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ബോഡി കിട്ടിക്കഴിഞ്ഞ് ആ ബോഡിയിൽ നടത്തിയ കൃത്യമായ ഒരു പരിശോധനയിൽ പോലീസിന് കിട്ടിയ ഒരു തുമ്പാണ്. അതായത് നേരത്തെ നമുക്ക് സമാനമായ ഒരു കേസ് കൂടിയുണ്ട്, അത് ഞാൻ പറയാം. ആ കല്ല് കെട്ടിയിരിക്കുന്ന ഒരു രീതിയായിരുന്നു അതിന്റെ പ്രത്യേകത. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതായത് നമ്മൾ ഈ കല്ല് കെട്ടിയിരിക്കുന്നത് കണ്ടാൽ ഇത് എങ്ങനെ അഴിക്കുമെന്ന് നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആയി പോയത്. എവിടെയാണ് ഇതിന്റെ എഡ്ജ്, ആ കയറിന്റെ എഡ്ജ് എന്നുള്ളത് നമുക്ക് കൺഫ്യൂസ്ഡ് ആയി പോകുന്ന രീതിയിൽ പ്രത്യേക രീതിയിൽ ലോക്ക് ചെയ്ത് അറ്റം കുരുക്കിട്ടിരിക്കുന്നതും ആ പ്രത്യേക രീതിയിൽ തന്നെയാണ്. ആ കല്ല് അഴിഞ്ഞു പോകാത്ത രീതിയിൽ കഴുത്തിൽ നിന്ന് തലഭാഗത്ത് നിന്ന് താഴത്തേക്ക് തൂക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ കെട്ട് കേന്ദ്രീകരിച്ച് പോലീസിനും അതേ കൗതുകമുണ്ടായി. എങ്ങനെയാണ് ഇങ്ങനെ ഒരു കെട്ട്, അതൊരു എക്സ്പെർട്ടിന് മാത്രം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കെട്ടായിരുന്നു അത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിച്ചു തുടങ്ങി. അതേസമയം തന്നെ മറ്റേയാൾ സംശയത്തിന്റെ നിഴലിലുണ്ട്. കാരണം അയാൾ അങ്ങനെ ഒരു മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ആദ്യത്തെ പ്രയോറിറ്റി മറ്റേയാളിലും. എന്നാൽ ഇതിന്റെ സാഹചര്യവും കൃത്യമായി സൂക്ഷ്മമായി അവർ പരിശോധിച്ചു. ബോഡിയുടെ ഇൻക്വസ്റ്റ് സമയത്ത് സൂക്ഷ്മമായി അത് പരിശോധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഈ കെട്ടിനെ കേന്ദ്രീകരിച്ച് നടന്ന പരിശോധനയിലാണ് ഈ കെട്ട് മത്സ്യത്തൊഴിലാളികൾ ഒന്ന് വള്ളം കെട്ടാൻ അങ്ങനെ കെട്ട് ഉപയോഗിക്കാറുണ്ട്. 2 മത്സ്യബന്ധനത്തിന് കടലിലേക്ക് പോകുമ്പോൾ ഈ വല ഇറങ്ങിക്കിടക്കാൻ ഭാരമുള്ള വസ്തുക്കൾ ഇങ്ങനെ കെട്ടിയിടാറുണ്ട്. അതും എല്ലാവരും കെട്ടില്ല, എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ കെട്ടുന്ന ഒരു കെട്ടാണ് അത് എന്നുള്ളത് പോലീസ് മനസ്സിലായി. അവിടെ നിന്നും ഇവർ അന്വേഷിച്ചു തുടങ്ങി. അതുമായി ബന്ധപ്പെട്ട ഒരാൾ എവിടെയുണ്ട്. അപ്പം ഈ പറഞ്ഞ ഹൃദ്രോഗിയായ വ്യക്തി ഇവിടെ സംശയ നിഴലിൽ നിൽക്കുമ്പോഴും തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ ഈ പ്രകാശിന്റെ വീടും ഇവരുടെ വീടും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. എങ്കിലും ആ പ്രദേശത്തുള്ള വീടുകളൊക്കെ പോലീസ് നിരീക്ഷണത്തിലാക്കി എന്നുള്ളതാണ്. ഒടുവിൽ അന്വേഷണത്തിൽ ഈ പ്രകാശിന്റെ വീട്ടിൽ നിന്നും ഇത്തരത്തിൽ ഒരു നൈലോൺ കയർ അവിടെ ഉപയോഗിച്ചിട്ടുണ്ടെന്നും അവിടെ അയ കെട്ടാനായി, അതായത് മത്സ്യബന്ധനത്തിന് കൊണ്ടുപോകുന്ന കയറാണിത്, ആ അയ കെട്ടാനായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു നിരീക്ഷണത്തിലേക്ക് കൂടി വരുന്നു. തൊട്ടടുത്ത് അപ്പോഴും പോലീസിന് ഇയാളിലേക്ക് കറക്റ്റായി എത്താനുള്ള ഒരു സോഴ്സ് അവിടെ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. പക്ഷേ ഒരു സ്വർണ്ണ വിൽക്കുന്ന ഒരാളിലേക്ക് കൂടി അതിന്റെ മൊഴി, ഇങ്ങനെ ഒരാൾ എന്നെ സ്വർണ്ണം വിൽക്കാനായി സമീപിച്ചിരുന്നു, ഒരുമിച്ച് പൈസ വേണമെന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞതുകൊണ്ട് ആ കച്ചവടം നടക്കാതെ പോയി എന്നൊരു മൊഴി കൂടി പോലീസിന് കിട്ടിയപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടി കണക്ട് ചെയ്താണ് ആ കേസ് 48 hours അവർ തെളിയിച്ചത് എന്നുള്ളതാണ്. ഒരു തെളിവുകളും അവശേഷിപ്പിക്കാത്ത ഒരു കേസ് 48 മണിക്കൂറിനുള്ളിൽ പ്രകാശൻ എന്ന വ്യക്തിയെ കസ്റ്റഡിയിൽ എടുക്കാനും അയാളെ ഒരു തവണ മാത്രമാണ് അയാൾ ആ വീട്ടിലേക്ക് ചെന്നിട്ടുള്ളത്. അതായത് ഗ്യാസ് റിപ്പയറിങ്ങിനല്ല, മറിച്ച് തൊട്ടടുത്ത് ഈ സ്ത്രീക്ക് ഒറ്റയ്ക്ക് ഗ്യാസ് ഒന്നും പൊക്കി അകത്തേക്ക് വെക്കാൻ പറ്റില്ല, പ്രായമുള്ള സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ് എടുത്ത് വെച്ച് തരുമോ എന്ന് ചോദിച്ച് തൊട്ടടുത്ത് സഹായം ചോദിച്ച് ചെന്നിരുന്നു. അവിടെ വെച്ചിട്ടാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പ്രകാശൻ ഞാനിത് വെച്ച് തരാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുന്നത്. അവിടെ നിന്ന് ഇവരുടെ ശരീരത്തിലുള്ള സ്വർണം കണ്ടു. ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീ ശരീരത്തിൽ സ്വർണം കണ്ടു. സ്വർണം കണ്ടതിന് ശേഷം ഇയാൾ പോയി തിരികെ വന്നാണ്, അപ്പോഴുമല്ല പോയിട്ട് പിന്നീട് തിരികെ പ്രിപ്പയർഡായി വന്നാണ് ഇവരെ കൊലപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. തലയ്ക്ക് പുറകിൽ ഒരു മുറിവുണ്ടായിരുന്നു, അടിച്ചിട്ടുള്ളതാണോ എന്നുള്ളതായിരുന്നു സംശയം. പക്ഷെ അതും അങ്ങനെയല്ലായിരുന്നു. ശരണ്യയിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.